ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞങ്ങൾക്ക് യൂസ്റ്റൺ എന്ന സ്റ്റോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പെരിഫറിലേക്കുള്ള ട്രെയിൻ കയറിയാണ് പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടുത്തെ വീഡിയോ എല്ലാം കാണിക്കാം. മിൽട്ടൺ കെയ്ൻസിൽ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്. അവരെ കാണാൻ വേണ്ടിയാണ് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ട്യൂബ് കയറി ബാങ്ക് എന്ന സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഡിസ്ട്രിക്ട് ലൈൻ എന്ന ട്യൂബിൽ കയറുകയാണ്. ഇതാണത് കേട്ടോ. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്യൂബാണ്. ഞങ്ങൾ വന്ന അണ്ടർഗ്രൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഭയങ്കര സൗണ്ടും. അത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും. അങ്ങനെ ഞങ്ങൾ യൂസ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. യൂസ്റ്റൺ ഇവിടെ നിന്നാണ് പെരിഫറിലേക്കുള്ള ട്രെയിനൊക്കെ ഉള്ളത്. താഴെയാണ് അവിടെ ട്രെയിൻ. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് പേരവിടെ കാത്തുനിൽപ്പുണ്ട്. നാഷണൽ റെയിൽസൊക്കെ എല്ലാം ഇവിടെ നിന്നല്ല കേട്ടോ, വേറെ പല സ്ഥലത്തുനിന്നും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് മിൽട്ടൺ കെയ്ൻസ് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് ലുക്കില്ലേ, എയർപോർട്ടിലെ പോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ട്രെയിൻ വരുന്നതും പോകുന്നതുമായ സമയങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ട്രെയിൻ എപ്പോൾ വരും, വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇതിൽ കാണിക്കുന്നതാണ്. വലിയ ക്യാൻസലാണോ, ആ റെഡിൽ കാണിക്കുന്നത് ക്യാൻസലാക്കിയ ട്രെയിനിൻ്റെ സമയമാണ്. അങ്ങനെ വളരെ എന്താ പറയുന്നത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇങ്ങോട്ട് വരുവാൻ കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ ട്യൂബ് സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നത് നോർത്താംപ്ടൺ എന്ന് കാണിക്കുന്നുണ്ടോ, പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി. നല്ല മനോഹരമായ ട്രെയിനാണ് കേട്ടോ. കണ്ടോ, നല്ല വൃത്തിയായുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 8 ഇതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്ര ലെങ്ത് ഒന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് തുറന്നു വരും. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് ഈ ട്രെയിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ യൂസ്റ്റണിൽ നിന്ന് ട്രെയിനിൽ പോവാണ്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ട്രെയിൻ യാത്ര. ഇനി ആദ്യമായിട്ടല്ലോ, മൂന്നാമത്തെ അല്ലേ. വളരെ മനോഹരമായ യാത്രയാണെന്നാണ് പറഞ്ഞ അറിവ്. നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ട്രെയിനാണ് കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക, ഫ്ലൈറ്റിൽ പോകുന്നത് നല്ല സുഖമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാം. ലണ്ടനിൻ്റെ പുറത്തേക്കുള്ള യാത്ര വളരെ മനോഹരമായ യാത്രയാണ്. ലണ്ടൻ കൺജസ്റ്റഡ് ആയ ഒരു സിറ്റിയാണ്. പുറത്തേക്ക് പോകുന്നത് നമുക്ക് വളരെ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീലിംഗാണ് തോന്നാറ്. അവിടെ കൃഷിപ്പാടങ്ങളും അങ്ങനെ കൃഷിയും അങ്ങനെ ചെമ്പരിയാടുകൾ അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കൺജസ്റ്റഡ് ലൈഫിൽ നിന്ന് ഞങ്ങളൊന്ന് റിലാക്സേഷന് വേണ്ടി പോയതാണ്. ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഒരു ഒത്തിരി വിളിക്കുന്നു, പോകാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും സമയം കിട്ടിയത്. ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്തേക്കുള്ള ട്രെയിനുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് ട്യൂബ് സർവീസ് ഒന്നും ഇല്ല കേട്ടോ. ലണ്ടൻ വിട്ട് കഴിഞ്ഞാൽ ലണ്ടൻ്റെ ഉള്ളിൽ സോൺ 6 വരെ മാത്രമേ ട്യൂബ് സർവീസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ട്രെയിനാണ്. ട്യൂബ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഒരു ചെറിയ, നമ്മുടെ നാട്ടിലെ മെട്രോ പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഈ വളരെ മനോഹരമായ ട്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, പോകുന്ന വഴിക്ക് കൃഷി പാടങ്ങളൊക്കെ കാണാം. എന്തായാലും വളരെ മനോഹരമായൊരു യാത്രയാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.